10-11 ഇതില് വിതുരരുടെ ഉപദേശത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ ബുദ്ധിയുടെ കാര്യം പറഞ്ഞു അല്ലെ, യുധിഷ്ഠിരന്റെ കാര്യം പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ എല്ലാവരുടെയും ടോളറൻസിനെ കുറിച്ച്, എല്ലാവരുടെയും സഹിഷ്ണുത അല്ലെങ്കിൽ ആത്മനിയന്ത്രണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ നമുക്ക് ഭാവാർത്ഥത്തില് ദുര്യോധനനുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഭഗവാന്റെ ശുദ്ധഭക്തന്മാരും അതുപോലെ ദുര്യോധനനെ പോലെ ഉള്ളവരും എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. വിതുരന്റെ നീതി അല്ലെങ്കിൽ വിതുരന്റെ ഉപദേശത്തെ വിതുര നീതി എന്ന് അറിയപ്പെടുന്നുണ്ട്. ചാണക്യന്റെ നീതി പോലെ വിതുരന്റെ നീതി, അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇവിടെ 10ാമത്തെ ശ്ലോകത്തിലെ വിതുരൻ തന്റെ മൂത്ത ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രനാൽ അഭിപ്രായ പ്രകടനത്തിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ രാജ്യസഭയിലേക്ക് പ്രവേശിച്ച് സത്യത്തിൽ അധിഷ്ഠിതമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി. അദ്ദേഹം ധർമ്മരാജാവാണ് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഇത് എല്ലാം കുറച്ച് തിരിച്ചു മറിച്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഒരു ചാപ്റ്റർ ഒക്കെ വരുമ്പോഴാണ് വിതുരരുടെ പുനർജന്മത്തെ കുറിച്ച് പറയുന്നത്. യമരാജാവാണ് വിതുരരായിട്ട് വന്നത് എന്നുള്ളത് അന്നൊരു ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. മാണ്ഡവ്യമുനിയുടെ ശാപം കാരണം യമരാജാവ് പിന്നീട് ഭൂമിയിൽ അവതരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വിതുരർ. അപ്പോ എപ്പോഴും ധർമ്മരാജ എന്നാണ് പറയുന്നത്. യമരാജാവിനെ പറയുന്നത് ധർമ്മരാജ എന്നാണ്. യമരാജാവിന്റെ പുത്രനാണ് യുധിഷ്ഠിരൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ധർമ്മപുത്രർ എന്ന് പറയുന്നത്. ധർമ്മം നടപ്പിലാക്കുന്നത്, മരണത്തിന്റെ കാര്യം വരുമ്പോൾ യാതൊരു ചിന്തയുമില്ലാതെ ധർമ്മം നടപ്പിലാക്കുകയാണ് ധർമ്മരാജ ചെയ്യുന്നത് അല്ലെ. ഒരിക്കലും ഒരു കിളിയുടെ കഥ പറയുന്നുണ്ട്, ഒരു കുരുവിയുടെ കഥ പറയുന്നുണ്ട്. ഒരിക്കൽ ധർമ്മരാജാവ് വൈകുണ്ഠത്തിലേക്ക് പോയി വൈകുണ്ഠത്തിലേക്ക് പോയപ്പോഴേ അവിടെ ഒരു കുഞ്ഞു സ്പാരോ, കുഞ്ഞൊരു കുരുവി ഇരിക്കുന്ന കണ്ടു. ഒരു കുഞ്ഞു കുരുവിയെ കണ്ടിട്ട് യമരാജാവ് അതിനെ ഇങ്ങനെയൊന്ന് നോക്കിയപ്പോഴ് ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ ഇത് കണ്ടു. അപ്പൊ എത്രയായാലും പക്ഷികുലമാണ്. അപ്പൊ പക്ഷിയുടെ കുലമാകുമ്പോ ആ കുഞ്ഞു കുരുവിയോട് ഗരുഡന് ഒരു ഇഷ്ടം തോന്നും അല്ലെ. അപ്പൊ യമരാജാവ് നോക്കിയപ്പോഴ് ഗരുഡൻ സ്വാമി വിചാരിക്കുകയാണ്, അയ്യോ ഈ കുഞ്ഞു കുരുവിയെ നോക്കിയല്ലോ യമരാജാവ്, എന്തോ അതിന്റെ മരണം അടുത്ത് കാണും, എന്തായാലും ഇതിനെ ദൂരെ എവിടെയെങ്കിലും ഒളിപ്പിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ യമരാജാവ് അതിനെ നോക്കും, അതിന്റെ മരണം സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് ഗരുഡൻ സ്വാമി ഈ കുരുവിയെ എടുത്തുകൊണ്ട് പറക്കും. 7-ാം കടലിനക്കരെ കൊണ്ടുചെന്ന് ഒരു പൊത്തില് ഒളിപ്പിച്ച് ആ ഒരു പാറക്കെട്ടുകൾക്കിടയിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് നീ ഇവിടെ സുരക്ഷിതമായിട്ട് ഇരുന്നോളൂ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ യമരാജാവ് നിന്നെ നോക്കിയിട്ടുണ്ട്, അപ്പൊ നിന്റെ മരണം അടുത്ത് എന്നാണ് അതിന്റെ അർത്ഥം, അതുകൊണ്ട് നീ ദൂരേക്ക് ഒളിച്ചിരിക്കാൻ പറയും. അങ്ങനെ കൊണ്ട് 7-ാം കടലിനക്കരെ ഒളിപ്പിച്ചു വെക്കും ഗരുഡൻ സ്വാമി. എന്നിട്ട് ഗരുഡൻ സ്വാമി തിരിച്ചു വരുമ്പോഴത്തേക്ക് യമരാജാവ് ചോദിച്ചിട്ട് പറയും, ഇവിടെ ഇരുന്ന കുരുവി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഗരുഡൻ സ്വാമി പറയാം, അവന് ഞാൻ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്, സുരക്ഷിതനാക്കി കൊണ്ട് 7-ാം കടലിനക്കരെ വെച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ യമരാജാവ് ഒന്ന് മന്ദഹസിച്ചിട്ട് പറയും, ഞാൻ അങ്ങോട്ട് പോയപ്പോഴ് നോക്കിയത് എന്തിനാണെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കും. പറയും, നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി മരണം അടുത്ത് കാണും, അതുകൊണ്ടാണ് അങ്ങനെ നോക്കിയത് എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോയിട്ട് സേഫ് ആക്കി വെച്ചതെന്ന് പറയുമ്പോഴ് യമരാജാവ് പറയും, ഇല്ല, ഇവന്റെ മരണം, ഈ കുരുവിയുടെ മരണം 7-ാം കടലിനക്കരെ ആ ഒരു പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു സർപ്പം ദംശനത്താലാണ് അവൻ മരിക്കേണ്ടത്. ഈ സമയത്ത് ഇവൻ ഇവിടെ ഇരിക്കുകയാണ്, മിനിറ്റുകൾക്കകം മരിക്കേണ്ട ഇവൻ ഇനി എങ്ങനെയാണ് പറന്ന് അവിടെ എത്തുക? ആ സ്ഥലത്തെത്തിയാലാണ് ഇവന്റെ സ്ഥലം, സമയം. അപ്പൊ ഈ സ്ഥലവും സമയവും അടുക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോ ഇനി എന്ത് ചെയ്യും, ഈ കുഞ്ഞു കുരുവി എങ്ങനെയാണ് അവിടെ എത്തുക? ഇതാണല്ലോ അവന്റെ ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നത് എന്ന് യമരാജാവ് വിചാരിക്കും. പക്ഷേ അത് നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് ഭഗവാൻ അത് അറേഞ്ച് ചെയ്തത് അല്ലെ. ഗരുഡൻ സ്വാമി അവിടെ കൊണ്ടുവച്ചു, ആ കുരുവി അവിടെ മരിക്കുകയും ചെയ്തു. അത്ര കൃത്യമായിട്ടാണ് ധർമ്മം നടപ്പിലാക്കുന്നത് യമരാജാവ്. അങ്ങനെയും ധർമ്മം നടപ്പിലാക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹത്തിന് പിന്നീട് നമുക്ക് ആ ഒരു ചാപ്റ്റർ വരുമ്പോൾ പഠിക്കാൻ പറ്റും, അങ്ങനെ അദ്ദേഹത്തിന് ശാപവും ലഭിക്കുന്നത്. അപ്പോ ഇവിടെ അതേ ധർമ്മരാജാവ് വരുമ്പോഴ്, ആ യമരാജാവ് വിതുരനായിട്ട് വരുമ്പോഴും അദ്ദേഹത്തിന്റെ നീതി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം കൃത്യമായിട്ട് നീതിയായിട്ടുള്ള കാര്യങ്ങൾ, ധർമ്മം എന്താണോ അത് മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഭീഷ്മരും ദ്രോണരും ഒക്കെയും പലപ്പോഴും ആ അസത് സഭയിൽ, ആ രാജ്യസഭയിൽ ഒന്നും മിണ്ടാതിരിക്കുന്ന സമയത്തും വിതുരർ ശബ്ദമുയർത്തുന്നുണ്ട് നീതിക്കെതിരെ. ദ്രൗപദിയുടെ ആ ഒരു സമയത്ത് വസ്ത്രാക്ഷേപത്തിനെതിരെയൊക്കെയും വിതുരർ ശബ്ദമുയർത്തുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, തന്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രനാൽ അഭിപ്രായ പ്രകടനത്തിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ. അഭിപ്രായ പ്രകടനത്തിന് ക്ഷണിക്കപ്പെടുമ്പോൾ മാത്രം, സാധാരണ നമ്മള് ഒരു ഉപദേശം ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോഴും
അതുപോലെ അഭിപ്രായ പ്രകടനവും ഒക്കെയും നമ്മൾ ക്ഷണിക്കപ്പെട്ടാൽ മാത്രമാണ് ചെയ്യേണ്ടത്. ക്ഷണിക്കപ്പെടാതെ നമ്മൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഉപദേശം ആവശ്യമില്ലാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ അവരെ ഉപദേശിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ദോഷത്തിന് ഇടവരും എന്നാണ് പറയുന്നത്. ഇവിടെ ഭാവാർത്ഥത്തിൽ നമുക്ക് രണ്ട് ഭാവാർത്ഥത്തില് പറഞ്ഞു തരുന്നുണ്ട്. ഓഹരി 10ാമത്തത് ധർമ്മനിഷ്ഠനായ, അല്ലെ, ധർമ്മനിഷ്ഠനായ ഇദ്ദേഹം പറയുന്നതിന്റെ രണ്ട് കാര്യങ്ങൾ. എങ്ങനെയാണ് സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ സഹിഷ്ണുത ഉണ്ടാവുക? ഈ പറയുന്ന കാര്യങ്ങൾ ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ട്, ഒരു ഗുരുവിനെ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നു. കാരണം നമ്മൾ ഭൗതികതയിൽ അങ്ങനെ രമിച്ച് കഴിയുകയാണ്. ഇവിടെ ഇപ്പോ ധൃതരാഷ്ട്രരായാലും ആ ഭൗതികതയിൽ രമിച്ച് കഴിയുമ്പോൾ വിതുരർ ഇപ്പോ ഈ ഒരു ഭാഗത്ത് ആദ്യം പുറത്തേക്ക് പോകും. ദുര്യോധനൻ ആക്ഷേപിക്കുന്നത് പ്രകാരം അദ്ദേഹം പുറത്തേക്ക് പോകും. പോയിട്ട് രണ്ടാമത് അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നിട്ടാണ് ധൃതരാഷ്ട്രരെ പിന്നീട് അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി കൊണ്ടുപോകുന്നത്. അതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ, 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭീമൻ എങ്ങനെയാണ്, ഭീമസേനൻ സർപ്പത്തെ പോലെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. സർപ്പത്തിന്റെ ആ ഒരു ഹിസ്സസ് എന്ന് പറയും, ആ ഒരു ശബ്ദം, സർപ്പത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് വല്ലാതെ ഒരു, അതിന്റെ മലയാളം എനിക്കറിയില്ല, അതിന്റെ അങ്ങനെ വല്ലാത്തൊരു ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത് പറയും, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. അപ്പൊ അതുപോലെ അത് പ്രതികാരദാഹം കൊണ്ടുള്ള ശബ്ദമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ശബ്ദത്തില് ഭീമസേനൻ അങ്ങനെ ശബ്ദിച്ച് പ്രതികാര ജ്വാലയാൽ ഇരിക്കുകയാണ് ധൃതരാഷ്ട്രരോട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഇവിടെ ദ്രൗപദിയും അതുപോലെ തന്നെ ഭീമസേനനും പലപ്പോഴും അങ്ങനെ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട്, ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് പെരുമാറുക എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും യുധിഷ്ഠിര മഹാരാജാവ് അവരെ പറഞ്ഞ് സമാധാനപ്പെടുത്തി ആ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവരുടെ കർമ്മം ആ ഒരു ദോഷകരമായിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഒരു സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ ആത്മനിയന്ത്രണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാഹചര്യത്തില് പ്രകോപിപ്പിക്കപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യം നമുക്ക് എതിരെ വരുമ്പോൾ നമ്മൾ പ്രകോപിക്കപ്പെട്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് നമ്മൾ പ്രകോപിപ്പിക്കപ്പെട്ടിട്ട് നമ്മളെ ദേഷ്യപ്പെടും, അല്ലെ? അത് കേൾക്കുമ്പോൾ, എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇനി അല്ലെങ്കിൽ നമുക്കൊരു അറ്റാച്ച്മെന്റ് കൂടുതൽ വരും. അപ്പൊ ഒരു കുറെ കാശ് നമുക്ക് വന്നു, അപ്പൊ നമുക്ക് അതിനോടുള്ള അറ്റാച്ച്മെന്റ് കാരണം നമ്മുടെ സ്വഭാവം മൊത്തത്തിൽ ചേഞ്ച് ആവും. ചേഞ്ച് ആയിട്ട് നമ്മുടെ നിയന്ത്രണമേ നഷ്ടപ്പെട്ട് നമ്മൾ വേറൊരു വ്യക്തിയായിട്ട് ഭൗതികമായിട്ട് അധികമായിട്ട് നമ്മൾ അഡിക്റ്റ് ആയി പോകും. അല്ലെങ്കിൽ നമ്മൾ ലഹരിക്ക് ആ ഒരു അടിമയായിട്ട് പലരും അങ്ങനെ അവരുടെ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ട് അവർ ലഹരിക്ക് അടിമയായിട്ട് അവർ നടക്കുന്ന കാണാം, അല്ലെ? ഇപ്പം മദ്യപാനികളാണെങ്കിൽ എന്ത് ചെയ്യും? മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവർ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനും മറ്റുള്ളവരെ ചീത്ത പറയാനും ഒക്കെ തുടങ്ങും, അല്ലെ? അങ്ങനെ പല തരത്തില് പല സാഹചര്യങ്ങൾ നമുക്ക് ആത്മനിയന്ത്രണം നഷ്ടപ്പെടാനായിട്ട് ഇടയാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സഹിഷ്ണുത നമുക്ക് എത്രത്തോളം ആ സാഹചര്യത്തെ തരണം ചെയ്യാൻ, സഹിച്ചുകൊണ്ട് തരണം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് ഇപ്പോ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം വിപ്രധർമ്മ അച്യുത ആശ്രയ എന്നാണ്. വിപ്രധർമ്മ അച്യുത ആശ്രയ. അപ്പൊ നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മുടെ സെൽഫ് കൺട്രോൾ പോകുന്ന സമയത്ത്, ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിപ്രധർമ്മ എന്നാണ്. വിപ്ര എന്ന് പറഞ്ഞാല് ബ്രാഹ്മണരുടെ ഫസ്റ്റ് സ്റ്റേജിനെയാണ് വിപ്ര എന്ന് പറയുന്നത്. വിപ്ര എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗുരുവിന്റെ സഹായത്താൽ നമ്മള് ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ച്, നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം നമ്മൾ പ്രവർത്തിക്കണം എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഭീമസേനൻ അതുപോലെ ദ്രൗപദിയൊക്കെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? അവരുടെ സെൽഫ് കൺട്രോൾ പോകുന്ന സമയത്ത്, അവർക്ക് വല്ലാതെ ദേഷ്യം വരുന്ന സമയത്തൊക്കെ യുധിഷ്ഠിര മഹാരാജാവ് അവർക്ക് ഗൈഡൻസ് കൊടുത്തിരുന്നു. അപ്പൊ ആ നിർദ്ദേശങ്ങൾ അവർ അനുസരിച്ചിരുന്നു. അതുപോലെ തന്നെ പാണ്ഡവർ എപ്പോഴും തന്നെ അവരുടെ കർമ്മം എന്ന് പറയുന്നത്, അവർ എപ്പോഴും ഏതൊരു കർമ്മവും അച്യുത ആശ്രയ പ്രകാരമാണ് ചെയ്തിരുന്നത്. ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. നമുക്കറിയാം ഭഗവത്ഗീതയിൽ തന്നെ അർജുനനോട് യഥേച്ഛസി തഥാകുരു എന്ന് പറയുന്നുണ്ടെങ്കിലും നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോളൂ എന്ന് 18ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷേ അർജുനൻ എന്താ പറഞ്ഞത്? കരിഷ്യേ വചനം തവ, അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്തു കൊള്ളാം.
പക്ഷെ 1-ാമത്തെ അധ്യായത്തിൽ എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ സെൽഫ് കൺട്രോൾ പോയിട്ട് അദ്ദേഹം അനുസരിക്കുന്നുണ്ടായില്ല, അല്ലെ? അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ യുദ്ധം ചെയ്യില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അവസാനം ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം, നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം എന്ത് പറഞ്ഞു? കർഷ്യവചനം തവ, ഭഗവാൻ എന്താണോ പറയുന്നത് ഞാൻ അതുപോലെ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോ ഭഗവാന്റെ സംപ്രീതിക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രീതിപാത്രമാവാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ. അതുപോലെ വിപ്ര നമ്മൾ പറഞ്ഞു. ഭഗവാൻ എന്താണ്, ബ്രാഹ്മണരെല്ലാവരും തന്നെ ബ്രാഹ്മണരുടെ ഫസ്റ്റ് സ്റ്റേജ് അവരെന്ത് ചെയ്യുന്നു? നിർദ്ദേശങ്ങൾ, ഗുരുവിന്റെയും ഉയർന്ന ബ്രാഹ്മണരുടെയും വൈഷ്ണവരുടെയും എല്ലാം നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ ധർമ്മ എന്ന് പറയുമ്പോൾ, ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങള്, നമ്മുടെ സാധന, ഇതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവിടെ ധർമ്മ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സർവധർമാൻ പരിത്യജ എന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ, അല്ലെ? മറ്റുള്ള ധർമ്മങ്ങളെല്ലാം പരിത്യജിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഭഗവാന്റെ ധർമ്മത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. ആ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ശാസ്ത്രത്തിലുള്ളത് പാലാഴി മഥനമാണ്. പാലാഴി മഥനത്തില് ഭഗവാൻ ദേവന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കാരണം പാലാഴി കടയുന്ന സമയത്ത് ധാരാളം ഗിഫ്റ്റുകൾ പൊങ്ങി വരും, അല്ലെ? ആ ഗിഫ്റ്റുകളൊക്കെ ലക്ഷ്മി ദേവിയും പിന്നെ അമൃതകുംഭവും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അവസാനം അമൃത് കടയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം വരുന്ന സമയത്ത് നിങ്ങൾ അതെല്ലാം കണ്ട് അത്യാഗ്രഹികളും ദുരാഗ്രഹികളും ആകരുത് എന്ന് പറയുന്നുണ്ട് ദേവന്മാരോട്. അപ്പോ അത് അനുസരിക്കണം. ഭഗവാൻ എന്താണോ പറയുന്നത് അത് അനുസരിക്കണം. ഇനി ഇത് കണ്ടിട്ട് ഇപ്പൊ ഹലാഹല വിഷമൊക്കെ പൊങ്ങി വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അസുരന്മാര് ഈ കിട്ടുന്നതെല്ലാം കൂടുതൽ ഗിഫ്റ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് അവരോട് ദേഷ്യം വരാൻ പാടില്ല. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഭഗവാൻ ദേവന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അവര് അതെല്ലാം അതുപോലെ ആ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതേ നിർദ്ദേശങ്ങൾ ഭഗവാന്റെയും ഗുരുവിന്റെയും വൈഷ്ണവരുടെയും, ഹരി ഗുരു വൈഷ്ണവ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ എല്ലാ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാവരും തന്നെ വളരെ പയേഴ്സായിട്ട് നമുക്ക് സാത്വികരായിട്ട് ജീവിക്കാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ആത്മനിയന്ത്രണം നമുക്ക് നഷ്ടപ്പെടില്ല, നമ്മുടെ സഹിഷ്ണുത നമുക്ക് നഷ്ടപ്പെടില്ല. അവിടെ പാലാഴി മദനത്തിന്റെ സമയത്ത് അമൃതകുംഭവുമായിട്ട് അവർ പോകുമ്പോഴും നഷ്ടപ്പെടുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? അച്യുതാശ്രയ, ഭഗവാന്റെ ആശ്രയം എടുക്കുന്നു. അപ്പോൾ ഭഗവാൻ അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഏതൊരു സിറ്റുവേഷനിലും നമ്മൾ നമ്മുടെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടാതെ ഭഗവാന്റെ ആ ഒരു ആജ്ഞയ്ക്കനുസരിച്ച് ഭഗവാന്റെ ആശ്രയം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഭഗവാനെ നേരിട്ട് കണ്ട് ഭഗവാനിൽ നിന്ന് നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വയം ഭഗവാന്റെ ആശ്രയമായിട്ട് നമ്മൾ ശ്രീമദ് ഭാഗവതത്തെയും ഭഗവത്ഗീതയെയും കണ്ടുകൊണ്ട് അതിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചും ഗുരുക്കന്മാർ പറയുന്നതും അതുപോലെ സീനിയർ വൈഷ്ണവർ പറയുന്നതും ഒക്കെയും അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. അപ്പൊ പാണ്ഡവർ എങ്ങനെയാണോ ജീവിച്ചത്, അവർക്ക് ധാരാളം ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായപ്പോഴും എന്ത് ചെയ്തു? ഭഗവാൻ അവരെ സംരക്ഷിച്ചു പോന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഭൗതികതയിൽ നിന്നും അവർ ആധ്യാത്മികതയിലേക്ക് മാറണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ധൃതരാഷ്ട്രരോട് ഉപദേശിക്കാൻ പോവുകയാണ് വിതുരർ, അല്ലെ? അപ്പൊ നീതിക്കനുസരിച്ച്, ധർമ്മത്തിനനുസരിച്ച് വിതുരർ എന്ത് ചെയ്യുന്നുണ്ട്? ധൃതരാഷ്ട്രരെ ഉപദേശിക്കുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഹരേ കൃഷ്ണ. വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യതോ ബഹൂദോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പൃഷ്ടാ കില പൂർവജേന അദാഹ തന്മന്ത്രദൃശാം വരീയാൻ യന്മന്ത്രിണോ വൈദുരികം വദന്തി അജാതശത്രോ പ്രതിയശ്ചദായം ദിദീക്ഷതോ ദുർവിഷഹം തവാഹ സഹാനുജോ യത്ര മൃഗോദരാഹി ശ്വസൻ രുക്ഷായ ത്വം മലം വിവേശി. ഹരേ കൃഷ്ണ മാതാജി. ഇല്ല, ഇപ്പോഴും ശക്തമായ പ്രചോദനം ലഭിച്ചിരുന്നു. ഹരിദാസ് ടാഗോർ ഭക്തിയുടെ പാരമ്യതയിൽ നിലത്തു കിടന്നുരുളുകയും ആളുകളോട് നാമസങ്കീർത്തനം നടത്തുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾ വായിച്ചു മനസ്സിലാക്കാറുണ്ടായിരുന്നു. അത്തരം ചിന്ത ഞങ്ങൾക്ക് ആത്മീയമായ ഉണർവ് നൽകിയിരുന്നു. വൈശേഷികൻ പ്രഭുപാദർ പുസ്തകരചനയ്ക്കായി എങ്ങനെയാണ് ഇത്രയേറെ സമയം ഡിക്റ്റേറ്റിംഗ്
യന്ത്രത്തിന്റെ മുന്നിൽ ചെലവഴിക്കുന്നത് എന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പുസ്തകങ്ങൾ രചിക്കാനായി സ്വന്തം ആവശ്യങ്ങൾ വെട്ടിച്ചുരുക്കുകയും ഉറക്കം പോലും ഏതാനും മണിക്കൂറുകളിൽ ഒതുക്കുകയും ചെയ്തിരുന്നു. അതിനെപ്പറ്റി ഞങ്ങൾ ഗാഢമായി ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ മറ്റു പ്രവർത്തനങ്ങൾ വെട്ടിച്ചുരുക്കാനും പുറത്തുപോയി പുസ്തകങ്ങൾ വിതരണം ചെയ്യാനും ശ്രമിച്ചു. ഒരു ഭക്തൻ വിഖ്യാതരായ 6 ഗോസ്വാമിമാരുടെ മനോഭാവം പുലർത്തണമെന്ന് പ്രഭുപാദർ പറഞ്ഞിരുന്നു. അതിനാൽ ഞങ്ങൾ ആ പ്രാർത്ഥനാ കീർത്തനങ്ങൾ എന്നും പാടാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മാനസികമായി ഒരു യഥാർത്ഥ ബന്ധം അനുഭവപ്പെട്ടിരുന്നു. ആദ്യകാലത്തു തന്നെ ഒരു ഭക്തൻ എന്നോട് ചോദിച്ചു, പ്രഭുപാദർ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പിന്നെ അയാൾ തന്നെ മറുപടിയും പറഞ്ഞു, അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഉണ്ട്. ആ ചിന്താഗതി എപ്പോഴും നിലനിന്നിരുന്നു. ആ ബന്ധം എല്ലായ്പ്പോഴും ആന്തരികമായി ഞങ്ങൾക്ക് അനുഭവവേദ്യമായി കൊണ്ടിരുന്നു. ജഗദ്ധാത്രി ദേവി ദാസി പ്രഭുപാദരുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും സന്തോഷദായകമായ കാര്യം അതാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശം പാലിക്കുവാൻ അദ്ദേഹത്തെ സഹായിക്കുകയാണ് ഞാൻ ചെയ്തിരുന്നത്. അതിനാൽ അദ്ദേഹം സന്തുഷ്ടനായി. ഞാൻ അത് നന്നായി ചെയ്താൽ അദ്ദേഹം കൂടുതൽ സന്തുഷ്ടനാകും. ആരെങ്കിലും ഒരു മാസികയെങ്കിലും വിതരണം ചെയ്താൽ ഭക്തി സിദ്ധാന്ത സരസ്വതി ടാഗോർ സന്തുഷ്ടനാകുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ സങ്കീർത്തനത്തിൻ്റെതായ മനോഭാവം, അതായത് ബദ്ധജീവാത്മാക്കൾക്ക് കാരുണ്യം പ്രദാനം ചെയ്യുന്നതിൻ്റെതായ മനോഭാവമാണ് അദ്ദേഹത്തിന് പ്രധാനം. ഇത്തരത്തിലുള്ള കഥകൾ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. ക്ഷേത്രപ്രവർത്തനം നടത്താൻ ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിച്ചിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു എന്ന തോന്നൽ എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ ഇതാണ് ജനങ്ങൾ സഹായിക്കുക എന്നതിൻ്റെ മുഖ്യ ഗുണം. നാം അവരെ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങുവാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഉദ്ദേശം. മറ്റു ജീവസത്തകളെ കൃഷ്ണനിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വഴി നാം സ്വയം സംശുദ്ധരായി എത്തിയിരുന്നു. ലവംഗ ലതികാദേവി ദാസി ശ്രീല പ്രഭുപാദരുടെ പ്രഭാഷണം കേൾക്കുകയും അദ്ദേഹം എല്ലായ്പ്പോഴും ഈ പുസ്തകങ്ങളിൽ നിന്നാണ്, അതായത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നാണ് വായിച്ചു കേൾപ്പിച്ചിരുന്നതെന്നും ഞങ്ങൾ ഈ പുസ്തകങ്ങൾ വിതരണം ചെയ്യണമെന്നും അദ്ദേഹം ഉപദേശിച്ചിരുന്നെന്നും മനസ്സിലാക്കുകയും ചെയ്തതോടെ എല്ലാം സുഗ്രാഹ്യമായി തീർന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഈ അറിവ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഈ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് മറ്റുള്ളവർക്ക് വിതരണം ഉണ്ടായിരുന്നു.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ ഗ്രൂപ്പില് കുറച്ച് പുതിയ ഭക്തരെയൊക്കെ കാണുന്നുണ്ട്. പലർക്കും അറിയില്ല, പക്ഷെ അവരൊക്കെ ഫേമസ് ആണ്. GK നായർ പ്രഭുവിന് സ്വാഗതം പത്മനാഭ ഗ്രൂപ്പിലേക്ക്. ഹരേ കൃഷ്ണ. പല പല സേവകളുണ്ട്. എല്ലാ സേവകളും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാം. ലിസ്റ്റ് ആവുന്നുണ്ട്. അടുത്ത ലിസ്റ്റിൽ പ്രഭുവിന്റെ പേരും വരും. പിന്നെ ഇനി പുതുതായിട്ട് വേറെ വന്നിട്ടുള്ളവർക്ക് എല്ലാവരും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ പത്മനാഭ ഗ്രൂപ്പിന്റെ സ്വാഗതം അറിയിച്ചു കൊള്ളുന്നു. ഹിസ് ഗ്രേസ് പൂർണ്ണനന്ദിനി മാതാജിയാണ് നമുക്ക് ഇന്ന് സത്സംഗം തരുന്നത്. സോ മാതാജിയെ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വെൽക്കം ചെയ്യാം. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 രാമ 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 ഹരേ ഹരേ രാമ ഹരേ Hare Krishna Krishna Krishna. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി തുടങ്ങാം. ഹരേ കൃഷ്ണ. പ്രണാം പ്രണാം പ്രണാം. മാതാജി ദണ്ഡപ്രണാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. മാതാജി മൈക്ക് ഓൺ ചെയ്തോളൂ. ഇല്ല. ഇവിടെ തുടങ്ങാം മാതാജി. ഓക്കെ. ഹരേ കൃഷ്ണ. ജയോ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയോ